അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. യുഎഇയിലെ ഇന്ത്യൻ പ്രവാസികൾക്കിടയിൽ പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആശങ്കകളും പ്രയാസങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വർഷങ്ങളായി പുറം കരാർ അടിസ്ഥാനത്തിൽ ഈ സേവനം നൽകിയിരുന്ന BLS ഇന്റർനാഷണലിൽ നിന്നും പുതിയ സേവനദാതാക്കളായ അൽഹിന്ദ് കമ്പനിയിലേക്ക് വിസ, പാസ്പോർട്ട് സേവനങ്ങൾ കൈമാറുന്ന പ്രക്രിയയിലുണ്ടായ ചില താൽക്കാലിക നിയമപരമായ തടസ്സങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. ഇതിനെ തുടർന്ന് പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ഒരു സുപ്രധാന തീരുമാനമെടുക്കുകയുണ്ടായി. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇരു മിഷനുകളും അപ്പോയിന്റ്മെന്റുകൾ ഇല്ലാതെ നേരിട്ട് അപേക്ഷകർക്കായി വാതിലുകൾ തുറന്നിടുന്നത്. പാസ്പോർട്ട് കാലാവധി ഇതിനകം കഴിഞ്ഞവർക്കും അടുത്ത മാസങ്ങളിൽ കാലാവധി തീരുന്നവർക്കും പുതിയ വിസ അടിക്കാൻ ആവശ്യമായ 6 മാസത്തെ വാലിഡിറ്റി ഇല്ലാത്തവർക്കും ഈ അടിയന്തര സംവിധാനം വലിയൊരാശ്വാസമായി മാറും. ഈ അടിയന്തര സേവനം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ കോൺസുലേറ്റിലേക്കോ എംബസിയിലേക്കോ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൃത്യമായി മുൻകൂട്ടി ചെയ്യേണ്ടതുണ്ട്. അവിടെ നേരിട്ടെത്തി ഫോമുകൾ പൂരിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ഏതെങ്കിലും അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളിൽ നിന്നോ മുൻപ് പാസ്പോർട്ട് സേവനങ്ങൾ നൽകിയിരുന്ന ഇന്ത്യൻ അസോസിയേഷൻ പോലെയുള്ള കേന്ദ്രങ്ങളിൽ നിന്നോ അപേക്ഷാ ഫോം പൂർണ്ണമായി പൂരിപ്പിച്ച ശേഷമായിരിക്കണം യാത്ര തിരിക്കേണ്ടത്. പ്രവാസികൾക്ക് സഹായവുമായി ദുബായ് KMCC പോലെയുള്ള സന്നദ്ധ സംഘടനകൾ പ്രത്യേക ഫോം പൂരിപ്പിക്കൽ സേവനങ്ങൾ നൽകുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട്, നിലവിലുള്ള വിസ അല്ലെങ്കിൽ എമിറേറ്റ്സ് IDയുടെ പകർപ്പുകൾ, ആവശ്യമായ സൈസിലുള്ള കൃത്യമായ ഫോട്ടോകൾ എന്നിവ കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ അവിടെയുള്ള ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സ്വന്തമായി ഒരു പേന കരുതുന്നത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും. ആഗോളതലത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് നിരക്കുകളിൽ വലിയ വർധനവ് വന്നിട്ടുണ്ട് എന്ന കാര്യം പ്രവാസികൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ എംബസിയിലും കോൺസുലേറ്റിലും ക്യാഷ് പേയ്മെന്റുകൾ മാത്രമാണ് സ്വീകരിക്കുന്നത്. സാധാരണ രീതിയിലുള്ള പാസ്പോർട്ട് പുതുക്കലിനായി അപേക്ഷകർ 500 ദിർഹം കയ്യിൽ കരുതേണ്ടതുണ്ട്. തുക നൽകുമ്പോൾ 600 ദിർഹവും ബാക്കി 100 ദിർഹം ചില്ലറയുമായി സൂക്ഷിക്കുന്നത് കൗണ്ടറുകളിലെ തിരക്ക് ഒഴിവാക്കാനും നടപടികൾ വേഗത്തിലാക്കാനും നിങ്ങളെ സഹായിക്കും. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റുകൾ എടുക്കേണ്ടതില്ലാത്ത ഈ സംവിധാനത്തിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയം. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാ ക്രമത്തിലാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നത്. കോൺസുലേറ്റിനകത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒരു അപേക്ഷ സമർപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങളുടെ താമസ സ്ഥലത്തിന്റെ പരിധി അനുസരിച്ച് വേണം അപേക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാൻ. ദുബായിലും നോർത്തേൺ എമിറേറ്റുകളിലും താമസിക്കുന്നവർ ദുബായ് കോൺസുലേറ്റിലും, അബുദാബി അലൈൻ മേഖലകളിലുള്ളവർ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലുമാണ് അപേക്ഷ നൽകേണ്ടത്. വളരെ നിർഭാഗ്യകരമായ സാഹചര്യങ്ങളിൽ പാസ്പോർട്ടുകൾ നഷ്ടപ്പെട്ടു പോയ പ്രവാസികൾക്കും ഈ അടിയന്തര സംവിധാനത്തിലൂടെ പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ളവർ സാധാരണ പുതുക്കലിനേക്കാൾ കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട പഴയ പാസ്പോർട്ടിന്റെ പകർപ്പ്, ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള പോലീസ് റിപ്പോർട്ട് എന്നിവ നിർബന്ധമാണ്. പോലീസ് റിപ്പോർട്ട് അറബി ഭാഷയിലാണ് ലഭിച്ചതെങ്കിൽ അത് അംഗീകൃത നിയമപരമായ ഇംഗ്ലീഷ് തർജ്ജിമ ചെയ്ത പകർപ്പ് കൂടി ഒപ്പം വെക്കണം. ഇതിനൊപ്പം വിസ കോപ്പിയും ഫോട്ടോയും കരുതേണ്ടതുണ്ട്. പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് പുതിയത് എടുക്കുന്നതിനായി മുതിർന്നവർക്ക് 1080 ദിർഹവും കുട്ടികൾക്ക് 775 ദിർഹവുമാണ് ഫീസായി ഈടാക്കുന്നത്. ഈ തുകകളും കൃത്യമായി ക്യാഷായി കയ്യിൽ കരുതാൻ പ്രവാസികൾ ശ്രദ്ധിക്കണം. ഭരണപരമായ മാറ്റങ്ങളുടെ ഈ പരിവർത്തന കാലയളവിൽ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യൻ അധികൃതരും കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും അനാവശ്യമായ തിരക്കുകൾ ഒഴിവാക്കാനും കൃത്യമായ രേഖകളുമായി മാത്രം കേന്ദ്രങ്ങളെ സമീപിക്കാനും പ്രവാസികൾ ശ്രദ്ധിക്കണം. വിസ കാലാവധി തീരാറായവർക്കും അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവർക്കും ലഭിച്ച ഈ സുവർണാവസരം കൃത്യമായ ആസൂത്രണത്തോടെ വിനിയോഗിക്കുകയാണ് വേണ്ടത്. വേനൽ അവധിക്കാലം എത്തിയതോടെ യുഎഇയിലെ പ്രവാസികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രധാന ആശങ്കകളിലൊന്നാണ് തങ്ങൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അടഞ്ഞുകിടക്കുന്ന വീടുകളുടെ സുരക്ഷ. ആഴ്ചകളോളമോ മാസങ്ങളോളമോ വീട് ഒഴിഞ്ഞുകിടക്കുമ്പോൾ കവർച്ചാ ശ്രമങ്ങളോ മറ്റടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമോ എന്ന ഭയം സ്വാഭാവികമാണ്. എന്നാൽ ദുബായിലെ താമസക്കാർക്ക് ഇനി യാതൊരുവിധ ആശങ്കയുമില്ലാതെ പൂർണ്ണ സമാധാനത്തോടെ നാട്ടിലേക്ക് യാത്ര ചെയ്യാം. ദുബായ് പോലീസും യുഎഇയിലെ മുൻനിര ടെലികോം സേവനദാതാക്കളായ ഇയാൻഡും കൈകോർത്ത് അവതരിപ്പിച്ച അത്യാധുനിക സ്മാർട്ട് ഹോം സെക്യൂരിറ്റി സംവിധാനം വീടുകൾക്ക് മുൻപെങ്ങുമില്ലാത്ത വിധം മികച്ച സുരക്ഷയാണ് ഉറപ്പു നൽകുന്നത്. യുഎഇയിൽ ആദ്യമായാണ് നിയമപാലകരുമായി നേരിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നതുമായ ഒരു സെല്ലുലാർ ഹോം സെക്യൂരിറ്റി സംവിധാനം പൊതുജനങ്ങൾക്കായി ലഭ്യമാകുന്നത്. വീടുകളുടെ സുരക്ഷ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടുള്ള വളരെ ലളിതവും എന്നാൽ അതീവ സുരക്ഷിതവുമായ ഒരു പ്രവർത്തന ശൈലിയാണ് ഈ സംവിധാനത്തിലുള്ളത്. നിങ്ങളുടെ വില്ലകളിൽ അല്ലെങ്കിൽ വീടുകളിൽ ഈ സംവിധാനം
സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിലെ സ്മാർട്ട് സെൻസറുകളും ക്യാമറകളും ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും വീടിന്റെ പരിസരം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അനുമതിയില്ലാത്ത എന്തെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റങ്ങളോ അസ്വാഭാവികമായ ചലനങ്ങളോ ഉണ്ടായാൽ സിസ്റ്റം ഉടനടി തത്സമയ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ആൻഡിന്റെ പ്രത്യേക കമാൻഡ് സെന്ററിലേക്ക് അയക്കുന്നു. ഇവിടെയുള്ള സുരക്ഷാ വിദഗ്ധർ ഈ അലേർട്ടുകൾ വ്യാജമാണോ എന്ന് ഉടനടി പരിശോധിച്ച് ഉറപ്പുവരുത്തും. അടിയന്തര സാഹചര്യം യഥാർത്ഥമാണെന്ന് ബോധ്യപ്പെടുന്നതോടെ ആൻഡ് കമാൻഡ് ടീം ഈ വിവരങ്ങൾ വൈകിക്കാതെ തന്നെ ദുബായ് പോലീസ് കമാൻഡ് സെന്ററിലേക്ക് നേരിട്ട് കൈമാറുകയും പോലീസ് സംഘം ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് തിരിക്കുകയും ചെയ്യും. സാധാരണയായി വിപണിയിൽ ലഭിക്കുന്ന ഹോം സെക്യൂരിറ്റി ക്യാമറകളിൽ നിന്നും സിസ്റ്റങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ദുബായ് പോലീസുമായാണ് ഈ സിസ്റ്റം നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നതാണ്. യുഎഇയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ അടിയന്തര പ്രതികരണ സമയമാണ് ഈ സംവിധാനം വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങളുടെ വില്ലയിൽ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും നിയന്ത്രിക്കുന്നത് ഒരു അഡ്വാൻസ്ഡ് ടച്ച് സ്ക്രീൻ പാനൽ വഴിയാണ്. ഇത് സ്മാർട്ട് ഹോം സെക്യൂരിറ്റിയെയും വില്ലകളിലെ ഹസാന്തുക് ഫയർ അലാറം സിസ്റ്റത്തെയും ഒരേ സമയം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ആൻഡ് കമാൻഡ് സെന്ററുകൾ ഓരോ അലേർട്ടും പ്രത്യേകം പരിശോധിക്കുന്നതിനാൽ വ്യാജ അലാറങ്ങൾ വഴി പോലീസിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കാനും സാധിക്കും. കൂടാതെ റിമോട്ട് മോണിറ്ററിംഗും വരും വർഷങ്ങളിലേക്കുള്ള സമഗ്രമായ ഓൺ സൈറ്റ് അറ്റകുറ്റപ്പണികളും ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഉപകരണങ്ങളുടെ തകരാറുകളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് ആശങ്കപ്പെടേണ്ടി വരുന്നില്ല. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളും മുൻവശങ്ങളും ഒരുപോലെ സംരക്ഷിക്കാൻ പാകത്തിലുള്ള മികച്ച ഹാർഡ്വെയറുകളാണ് ഈ സുരക്ഷാ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനം അത്യാധുനിക മോഷൻ ഡിറ്റക്ടറുകളാണ്. ഇവ വീടിനുള്ളിലെ അസ്വാഭാവിക ചലനങ്ങൾ കൃത്യമായി തിരിച്ചറിയുകയും അതേസമയം സാധാരണ ഗാർഹിക ചലനങ്ങളെയും യഥാർത്ഥ ഭീഷണികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ളവയുമാണ്. പ്രധാന പ്രവേശന കവാടങ്ങളിലും ജനലുകളിലും സ്ഥാപിക്കുന്ന ഡോർ ആൻഡ് വിൻഡോ സെൻസറുകൾ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃത തുറക്കലുകൾ ഉണ്ടായാൽ ഉടൻ തന്നെ കൺട്രോൾ റൂമിനെ വിവരമറിയിക്കും. ഈ ഉപകരണങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിനുള്ള പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ടച്ച് സ്ക്രീൻ കൺട്രോൾ പാനലാണ്. നിങ്ങൾ നാട്ടിലായിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി അലേർട്ട് ലഭിക്കുകയാണെങ്കിൽ മോണിറ്ററിംഗ് ടീം നൽകുന്ന തത്സമയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സുരക്ഷിതമായി ഒഴിഞ്ഞുമാറാനോ അല്ലെങ്കിൽ പോലീസ് സഹായത്തിനായി കാത്തിരിക്കാനോ സാധിക്കും. ഈ സുരക്ഷാ സംവിധാനം സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ള ദുബായ് നിവാസികൾക്ക് ദുബായ് പോലീസിന്റെ ഔദ്യോഗിക ഹോം സെക്യൂരിറ്റി വെബ്സൈറ്റ് വഴി വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, എമിറേറ്റ്സ് ID കോപ്പി എന്നിവ നൽകി അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് വീടിന്റെ കൃത്യമായ വിലാസമോ മക്കാനി നമ്പരോ രേഖപ്പെടുത്തിയ ശേഷം അനുയോജ്യമായ സെക്കൻഡറി കോൺടാക്ട് വിവരങ്ങൾ കൂടി ചേർക്കണം. ഇതിനുശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ പാക്കേജ് തിരഞ്ഞെടുത്ത് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ വഴി ഓൺലൈനായി നിങ്ങൾക്ക് പണമടയ്ക്കാം. പണമിടപാട് പൂർത്തിയാകുന്നതോടെ സാങ്കേതിക വിദഗ്ധർ നിങ്ങളുടെ സൗകര്യപ്രദമായ സമയത്ത് വീട്ടിലെത്തി ഉപകരണങ്ങൾ പൂർണ്ണമായും ഇൻസ്റ്റാൾ ചെയ്തു നൽകും. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന രീതിയിൽ ആകർഷകമായ പേയ്മെന്റ് പ്ലാനുകളാണ് ദുബായ് പോലീസും ആൻഡും ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ 5% മൂല്യവർദ്ധിത നികുതിയും 5 വർഷത്തെ അറ്റകുറ്റപ്പണി വാറണ്ടിയും ഉൾപ്പെടുന്നു. ഒരു വർഷത്തെ പാക്കേജ് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം 311 ദിർഹവും 3 വർഷത്തെ പാക്കേജ് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം 147 ദിർഹവുമാണ് നിരക്ക് വരുന്നത്. തുടക്കത്തിൽ 261.45 ദിർഹം ചാർജായി നൽകണം. ഒറ്റത്തവണയായി മുഴുവൻ തുകയും അടച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നവർ ഏകദേശം 3261 ദിർഹം അടച്ച് ഈ അത്യാധുനിക സുരക്ഷാ സംവിധാനം സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങളുടെ അവധിക്കാല യാത്രകൾ കൂടുതൽ സന്തോഷകരവും സമാധാനപരവുമാക്കാൻ ദുബായ് പോലീസിന്റെ ഈ സ്മാർട്ട് സുരക്ഷാ കവചം ഉറപ്പായും നിങ്ങളെ സഹായിക്കും. യുഎഇയിലെ കഠിനമായ വേനൽക്കാലം കനത്ത ചൂടും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും കൊണ്ട് മനുഷ്യ ശരീരത്തിന് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്കും കായിക താരങ്ങൾക്കും മാത്രമല്ല സാധാരണക്കാർക്കും ഈ സമയങ്ങളിൽ കടുത്ത ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സാധാരണമായ ഒരു ക്ഷീണം എന്ന നിലയിൽ തുടങ്ങി പെട്ടെന്ന് തന്നെ ജീവന് ഭീഷണിയാകുന്ന അവസ്ഥയിലേക്ക് മാറാൻ ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതത്തിന് സാധിക്കുമെന്ന് യുഎഇയിലെ പ്രമുഖ മെഡിക്കൽ വിദഗ്ധർ ഒരേ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. ശരീരത്തിന്റെ ആന്തരിക താപനില ക്രമീകരിക്കുന്ന സ്വാഭാവിക സംവിധാനം പൂർണ്ണമായി തകരാറിലാക്കുന്ന അവസ്ഥയാണിത്. ഇത് തലച്ചോറിനെയും മറ്റ് പ്രധാന ആന്തരിക അവയവങ്ങളെയും വളരെ വേഗത്തിൽ ബാധിക്കുകയും കൃത്യമായ സമയത്ത് ശരിയായ പരിചരണം ലഭിച്ചില്ലെങ്കിൽ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തെ കടുത്ത ചൂടിനെ വെറുമൊരു അസ്വസ്ഥതയായി കാണാതെ അതീവ ജാഗ്രതയോടെ സമീപിക്കേണ്ടതുണ്ട്. ചൂട് മൂലമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല, മറിച്ച് അവയൊരു പ്രത്യേക ശ്രേണിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങളെ പ്രധാനമായും ഹീറ്റ് എക്സോഷൻ എന്നും ഹീറ്റ് സ്ട്രോക്ക് എന്നും 2 ഘട്ടങ്ങളായി തിരിക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. തുടക്കത്തിൽ ഹീറ്റ് ക്രോംസ് അഥവാ പേശി വലിവായും പിന്നീട് ഹീറ്റ് എക്സോഷൻ അഥവാ കടുത്ത ചൂട് മൂലമുള്ള തളർച്ചയായും ഇത് മാറുന്നു. ഹീറ്റ് എക്സോഷൻ ഘട്ടത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് അമിതമായി വിയർപ്പുണ്ടാകുകയും കടുത്ത ദാഹം, തലകറക്കം, കടുത്ത ക്ഷീണം, പേശി വലിവ്, ഓക്കാനം,
ചർമ്മം വിളറി വെളുക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ വ്യക്തിക്ക് പൂർണ്ണമായ ബോധമുണ്ടായിരിക്കും. എന്നാൽ ഈ ലക്ഷണങ്ങളെ അവഗണിക്കുകയോ കൃത്യമായ പരിചരണം നൽകാതിരിക്കുകയോ ചെയ്താൽ ഇത് ഹീറ്റ് സ്ട്രോക്ക് എന്ന ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് വഴിമാറും. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഹീറ്റ് സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ ശരീരത്തിന്റെ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുകയും ഇത് ആന്തരിക അവയവങ്ങളുടെ പൂർണ്ണമായ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ചെയ്യുന്നു. ഹീറ്റ് സ്ട്രോക്കിന്റെ ഏറ്റവും വലിയ വില്ലൻ അത് ശരീരത്തിൽ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നു എന്നതാണ്. വെറും 10-15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരാൾ ഹീറ്റ് സ്ട്രോക്കിന്റെ ഗുരുതരമായ പിടിയിലായേക്കാം. അമിതമായ ദാഹമോ വിയർപ്പോ അല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റമാണ് ഹീറ്റ് സ്ട്രോക്കിന്റെ ഏറ്റവും നിർണായകമായ ലക്ഷണമായി മെഡിക്കൽ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തതയില്ലാതെ സംസാരിക്കുക, ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ വരിക, പരസ്പര ബന്ധമില്ലാതെ പെരുമാറുക, പെട്ടെന്ന് ബോധരഹിതനാവുക അല്ലെങ്കിൽ അപസ്മാരത്തിന് സമാനമായ ലക്ഷണങ്ങൾ കാണിക്കുക എന്നിവയെല്ലാം ഹീറ്റ് സ്ട്രോക്കിന്റെ വ്യക്തമായ സൂചനകളാണ്. ചില സാഹചര്യങ്ങളിൽ ശരീരം വിയർക്കുന്നത് പൂർണ്ണമായി നിന്നുപോവുകയും ചർമ്മം കടുത്ത ചൂടോടെ വരണ്ടുണങ്ങിയ അവസ്ഥയിലാവുകയും ചെയ്യാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അത് സാധാരണ ക്ഷീണമാണെന്ന് കരുതി ഒട്ടും സമയം കളയരുത്. കാരണം ഓരോ നിമിഷവും ആ വ്യക്തിയുടെ ജീവൻ അപകടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യക്തിക്ക് ഹീറ്റ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ തന്നെ അടിയന്തര മെഡിക്കൽ സഹായം തേടണം. ആംബുലൻസ് വരുന്നത് വരെ കാത്തു നിൽക്കാതെ തന്നെ രോഗിക്ക് ആവശ്യമായ പ്രഥമ ശുശ്രൂഷകൾ നൽകാൻ ആരംഭിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട്. രോഗിയെ എത്രയും വേഗം നേരിട്ട് വെയിലടിക്കാത്ത തണലുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ AC ഉള്ള മുറിയിലേക്കോ മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ശരീരത്തിലുള്ള ഇറുകിയതോ അമിതമായതോ ആയ വസ്ത്രങ്ങൾ നീക്കം ചെയ്യണം. ശരീരം വേഗത്തിൽ തണുപ്പിക്കുന്നതിനായി തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി കഴുത്ത്, കക്ഷം, തുടയിടുക്കുകൾ തുടങ്ങിയ ഭാഗങ്ങളിൽ വെക്കണം. ഈ ഭാഗങ്ങളിൽ വലിയ രക്തക്കുഴലുകൾ ചർമ്മത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ ശരീരം വേഗത്തിൽ തണുക്കാൻ ഇത് സഹായിക്കും. സാധ്യമെങ്കിൽ തണുത്ത വെള്ളം ശരീരത്തിലേക്ക് സ്പ്രേ ചെയ്യുന്നതും ഫാനോ മറ്റോ ഉപയോഗിച്ച് കാറ്റേൽപ്പിക്കുന്നതും നല്ലതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, വ്യക്തി പൂർണ്ണമായി ബോധാവസ്ഥയിലല്ലെങ്കിലോ ആശയക്കുഴപ്പത്തിലാണെങ്കിലോ കുടിക്കാൻ വെള്ളമോ മറ്റ് പാനീയങ്ങളോ നൽകരുത്. ഇത് ശ്വാസനാളിയിൽ തടസ്സമുണ്ടാക്കി ശ്വാസം മുട്ടാൻ കാരണമാകും. രോഗി ശ്വാസം എടുക്കുന്നുണ്ടെങ്കിലും ബോധമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അവരെ സുരക്ഷിതമായി ഒരു വശത്തേക്ക് ചരിപ്പിച്ച് കിടത്തുന്ന റിക്കവറി പൊസിഷനിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അത് വരാതെ സൂക്ഷിക്കുന്നതാണ്. UAE-യിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ തന്നെ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തി എല്ലാ വർഷവും ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള കാലയളവിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്ന രീതിയിലുള്ള പുറം ജോലികൾക്ക് UAE മന്ത്രാലയം കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമം കൃത്യമായി പാലിക്കുന്നത് വഴി ചൂട് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് പ്രകാരം സാധാരണക്കാരായ ജനങ്ങളും ഈ മുൻകരുതലുകൾ സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ദാഹം തോന്നുന്നതിനായി കാത്തു നിൽക്കാതെ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നത് ശീലമാക്കണം. കനം കുറഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിലെ ചൂട് ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കും. ഉച്ചസമയങ്ങളിൽ അനാവശ്യമായി വെയിലത്തിറങ്ങുന്നത് ഒഴിവാക്കുകയും കഠിനമായ ശാരീരിക അധ്വാനങ്ങൾ ആവശ്യമുള്ള ജോലികൾ പ്രഭാതത്തിലോ വൈകുന്നേരങ്ങളിലോ ഉള്ള തണുപ്പുള്ള സമയങ്ങളിലേക്ക് മാറ്റുകയും വേണം. പുറത്ത് ജോലി ചെയ്യുന്നവർ കൃത്യമായ ഇടവേളകളിൽ തണലുള്ള സ്ഥലങ്ങളിൽ വിശ്രമിക്കുകയും ശരീരത്തിലെ ലവണാംശം നിലനിർത്താൻ ഇലക്ട്രോലൈറ്റ് അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുകയും വേണം. ഹീറ്റ് സ്ട്രോക്ക് എന്നത് വെറുമൊരു വേനൽക്കാല അസ്വസ്ഥതയല്ല, മറിച്ച് ജീവനെ തന്നെ നിമിഷങ്ങൾക്കകം അപഹരിക്കാൻ ശേഷിയുള്ള ഒരു മെഡിക്കൽ എമർജൻസിയാണ്. UAE-യിലെ കടുത്ത വേനൽ ദിനങ്ങളിൽ സ്വന്തം സുരക്ഷയോടൊപ്പം ചുറ്റുമുള്ളവരുടെ ആരോഗ്യ കാര്യങ്ങളിലും നാം അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പ്രകൃതിയുടെ ഈ കടുത്ത ഭാവത്തെ നേരിടാൻ കൃത്യമായ ആസൂത്രണവും ജാഗ്രതയും മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി. ചെറിയ ലക്ഷണങ്ങളെ പോലും അവഗണിക്കാതെ കൃത്യമായ സമയത്ത് ശരിയായ പ്രഥമ ശുശ്രൂഷ നൽകാനും വൈദ്യസഹായം ലഭ്യമാക്കാനും ഓരോരുത്തരും തയ്യാറാകണം. സുരക്ഷിതമായ ജീവിത ശൈലിയിലൂടെയും കൃത്യമായ മുൻകരുതലുകളുടെയും ഈ വേനൽക്കാലത്തെ നമുക്ക് ആരോഗ്യത്തോടെയും സുരക്ഷിതമായും മറികടക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറിയ മൊബൈൽ ഫോണുകൾ. ഡ്രൈവിംഗിനിടയിലെ മൊബൈൽ ഫോൺ ഉപയോഗത്തിനെതിരെ അതീവ ജാഗ്രതയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അബുദാബി പോലീസ്. റോഡിൽ വാഹനം നിയന്ത്രിക്കുമ്പോൾ ശ്രദ്ധ പൂർണ്ണമായും മുന്നിലുള്ള ട്രാഫിക്കിൽ തന്നെ ആയിരിക്കണമെന്നും നിമിഷ നേരത്തെ അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിമാറുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇതിന്റെ ഗൗരവം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ സെന്ററുമായി സഹകരിച്ച് നിരത്തുകളിൽ നടന്ന യഥാർത്ഥ അപകടങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ബോധവൽക്കരണ വീഡിയോയും ട്രാഫിക് വിഭാഗം പുറത്തുവിട്ടിരുന്നു. ഈ നടപടി കേവലം ഒരു നിയമപാലനം മാത്രമല്ല, മറിച്ച് നിരത്തുകളിലെ വിലപ്പെട്ട മനുഷ്യജീവനുകൾ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായൊരു മുൻകരുതലുകൾ കൂടിയാണ്. പല ഡ്രൈവർമാരും കരുതുന്നത് വാഹനം പതുക്കെ നീങ്ങുമ്പോഴോ അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലുകളിൽ കിടക്കുമ്പോഴോ ഫോണിൽ ഒരു സന്ദേശം അയക്കുന്നതോ സോഷ്യൽ മീഡിയ നോക്കുന്നതോ വലിയ തെറ്റല്ല എന്നാണ്. എന്നാൽ ഈ ധാരണ തികച്ചും അപകടകരമാണെന്ന് ട്രാഫിക് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. റോഡുകളിൽ ഗതാഗതം സാവധാനത്തിലാകുമ്പോഴോ അല്ലെങ്കിൽ സിഗ്നലുകളിൽ കിടക്കുമ്പോഴോ ഡ്രൈവർമാരുടെ ശ്രദ്ധ മാറുമ്പോഴാണ്
പിന്നിൽ നിന്നുള്ള വൻ ഇടികൾ അല്ലെങ്കിൽ റിയർ എൻഡ് കൊളീഷനുകൾ കൂടുതലായി സംഭവിക്കുന്നത്. ഈ മുന്നിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ തൊട്ട് പിന്നിലുള്ള ഡ്രൈവർ ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ പ്രതികരിക്കാൻ ലഭിക്കുന്ന ആ മൈക്രോ സെക്കൻഡ് നഷ്ടപ്പെടുകയും വാഹനം ഇടിച്ചു കയറുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത കുറവാണെങ്കിൽ പോലും ഇത്തരം ഇടികൾ വലിയ തോതിലുള്ള വാഹന കേടുപാടുകൾക്കും ഗുരുതരമായ ശാരീരിക പരിക്കുകൾക്കും കാരണമാകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് കേവലം കോളുകൾ സംസാരിക്കുന്നതിൽ മാത്രമല്ല ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിയുന്നത്. വാഹനം ഓടിക്കുന്നതിനിടയിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ റീൽസ് കാണുക, ഫോട്ടോകൾ എടുക്കുക, ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ആളുകൾ ഏർപ്പെടുന്നുണ്ട്. ഇത് ഒരേ സമയം ഡ്രൈവറുടെ കണ്ണുകളെയും കൈകളെയും ചിന്തകളെയും റോഡിൽ നിന്ന് പൂർണ്ണമായി അകറ്റുന്നു. കൺപോളകൾ ചിമ്മുന്ന അത്രയും ചെറിയൊരു സമയം കൊണ്ടുപോലും ഒരു വാഹനം വലിയൊരു ദൂരം മുന്നോട്ട് സഞ്ചരിക്കുമെന്നിരിക്കെ ഫോൺ സ്ക്രീനിലേക്ക് നോക്കുന്ന ഓരോ സെക്കൻഡും മരണത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുകയാണെന്ന തിരിച്ചറിവ് ഓരോ വ്യക്തിയിലും ഉണ്ടാകണം. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഡ്രൈവിങ്ങിനെ സഹായിക്കാനായിരിക്കണം, അല്ലാതെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താനാകരുത്. റോഡുകളിലെ ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്താൻ അതീവ അത്യാധുനികമായ സംവിധാനങ്ങളാണ് അബുദാബിയിൽ ഒരുക്കിയിട്ടുള്ളത്. സ്മാർട്ട് ക്യാമറകളും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഡ്രൈവർമാരുടെ ചെറിയ ചലനങ്ങൾ പോലും ട്രാഫിക് വിഭാഗം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. UAE ട്രാഫിക് നിയമപ്രകാരം ഡ്രൈവിംഗിനിടയിൽ ശ്രദ്ധ ധരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് വലിയ പിഴയാണ് കാത്തിരിക്കുന്നത്. നിയമലംഘകർക്ക് 800 ദിർഹം പിഴയായി നൽകേണ്ടി വരും. ഇതോടൊപ്പം ഡ്രൈവിംഗ് ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റുകൾ കൂടി ചുമത്തപ്പെടും. UAE നിയമപ്രകാരം ബ്ലാക്ക് പോയിന്റുകൾ പരിധി കടന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. റോഡ് അപകടങ്ങൾ ഭൂരിഭാഗവും പെട്ടെന്നുണ്ടാകുന്ന അശ്രദ്ധയുടെ ഫലമാണ്. അതിനാൽ തന്നെ അവ പൂർണ്ണമായും ഒഴിവാക്കാവുന്നവയുമാണ്. അബുദാബി പോലീസ് നൽകുന്ന ഈ മുന്നറിയിപ്പും ശിക്ഷാ നടപടികളും ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് സുരക്ഷിതമായ ഒരു യാത്രാ സംസ്കാരം വളർത്തിയെടുക്കാനാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ വരുന്ന ഏത് പ്രധാനപ്പെട്ട കോളോ മെസ്സേജോ നിങ്ങളുടെയോ റോഡിലുള്ള മറ്റുള്ളവരുടെയോ ജീവനേക്കാൾ വലുതല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനം സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി നിർത്തിയ ശേഷം മാത്രം ഫോൺ ഉപയോഗിക്കുക. നിയമങ്ങൾ പാലിക്കുന്നത് പിഴകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സുരക്ഷിതത്വത്തിനും പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിക്കും വേണ്ടിയാണെന്ന് എപ്പോഴും ഓർക്കുക. അശ്രദ്ധ മാറ്റിവെക്കാം, സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാം. സൗദി അറേബ്യയുടെ സാമ്പത്തികവും സാമൂഹികവുമായ പരിവർത്തനത്തിന് വഴിയൊരുക്കുന്ന വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പുതിയതും പ്രവാസികളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതുമായ ഒന്നാണ് വിദേശികൾക്ക് രാജ്യത്ത് സ്വന്തമായി ഭൂമിയും വില്ലകളും അപ്പാർട്ട്മെന്റുകളും വാങ്ങാനുള്ള അനുമതി. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിൽ വന്ന പുതിയ റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശ നിയമവും അതിന്റെ എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളും പ്രവാസികൾക്ക് സൗദിയിൽ ഒരു സ്ഥിരതാമസം ഒരുക്കാൻ വലിയ അവസരമാണ് നൽകുന്നത്. വാടക വീടുകളിൽ നിന്നും സ്വന്തം വീടെന്ന സ്വപ്നത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന നിയമങ്ങളും പുതിയ നടപടിക്രമങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സൗദി റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിദേശികൾക്ക് പ്രോപ്പർട്ടി വാങ്ങുന്നതിനായി പൂർണ്ണമായും ഡിജിറ്റലായ ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം സജ്ജമാക്കിയിട്ടുണ്ട്. സൗദിയിൽ സാധുവായ ഇഖാമയുള്ള പ്രവാസികൾക്ക് തങ്ങളുടെ സ്വന്തം താമസ ആവശ്യത്തിനായി ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഇതിലൂടെ സ്വന്തമാക്കാവുന്നതാണ്. എന്നാൽ മക്ക, മദീന എന്നീ പുണ്യ നഗരങ്ങളിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രോപ്പർട്ടി വാങ്ങാൻ അനുമതിയുള്ളത്. സൗദിക്ക് പുറത്തുള്ള വിദേശ നിക്ഷേപകർക്കും വിദേശ കമ്പനികൾക്കും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും. പുതിയ നിയമപ്രകാരം ഒരു വിദേശ കുടുംബത്തിന് ഒരൊറ്റ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാത്രമേ വാങ്ങാൻ സാധിക്കൂ എന്ന നിബന്ധനയുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി അപേക്ഷകൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ഡിജിറ്റൽ ഐഡന്റിറ്റിയും സ്വന്തം പേരിലുള്ള സൗദി ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പരും സ്വന്തമാക്കിയിരിക്കണം. സൗദിയിൽ നിർമ്മാണം പൂർത്തിയായ വീടുകൾ നേരിട്ട് വാങ്ങാൻ സാധിക്കുമെങ്കിലും പലരും മുൻകൂട്ടി ബുക്ക് ചെയ്ത് നിർമ്മാണത്തിലിരിക്കുന്ന പ്രോജക്റ്റുകളിലാണ് നിക്ഷേപം നടത്തുന്നത്. ഇത്തരം നിക്ഷേപങ്ങളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ സർക്കാർ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന ഏത് പ്രോജക്റ്റും വാഫി എന്നറിയപ്പെടുന്ന ഔദ്യോഗിക പ്രോഗ്രാമിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് വാങ്ങുന്നയാൾ ഉറപ്പുവരുത്തണം. വാഫി അംഗീകാരമില്ലാത്ത പ്രോജക്റ്റുകളിൽ പണം നിക്ഷേപിക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധവും അപകടകരവുമാണ്. കൂടാതെ നിങ്ങൾ നൽകുന്ന പണം നേരിട്ട് ബിൽഡർക്ക് പോകുന്നതിന് പകരം സർക്കാർ നിയന്ത്രിത എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിക്കപ്പെടുന്നത്. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും വിലയിരുത്തിയ ശേഷം മാത്രമേ ബിൽഡർക്ക് ഈ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ പ്രവാസികളുടെ നിക്ഷേപം ഇവിടെ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അതിന്റെ യഥാർത്ഥ വിലയ്ക്ക് പുറമെ വരുന്ന അധിക നികുതികളും ഫീസുകളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണയായി പ്രോപ്പർട്ടിയുടെ ആകെ മൂല്യത്തിന്റെ 5% റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ടാക്സ് അഥവാ പ്രോപ്പർട്ടി ടാക്സായി സർക്കാരിലേക്ക് അടയ്ക്കണം.
കൂടാതെ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് നൽകേണ്ട കമ്മീഷൻ തുക 2.5%. ഈ കമ്മീഷൻ തുകയ്ക്ക് മേൽ 15% വാറ്റ് കൂടി ചേരുമ്പോൾ ഏജൻസി കമ്മീഷൻ ആകെ 2.88% ഉയരും. ഇതിനു പുറമെ റിയാദ്, ജിദ്ദ, മക്ക, മദീന തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ പ്രോപ്പർട്ടി ഇടപാടുകൾക്ക് പുതിയ നിയമപ്രകാരം 2% പ്രത്യേക ട്രാൻസാക്ഷൻ ഫീസും ബാധകമാണ്. നല്ല ക്രെഡിറ്റ് സ്കോറും കൃത്യമായ വരുമാനവുമുള്ള പ്രവാസികൾക്ക് സൗദിയിലെ പ്രമുഖ ബാങ്കുകളിൽ നിന്നും ഭവന വായ്പകളും ലഭ്യമാണ്. പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക ജോലി അവസാനിപ്പിച്ച് ഫൈനൽ എക്സിറ്റിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ്. വിസ റദ്ദാക്കപ്പെടുന്നതോടെ സൗദിയിലെ ഡിജിറ്റൽ ഐഡന്റിറ്റിയും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കപ്പെടും. ഇത് പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും ഭാവിയിൽ വാടക സ്വീകരിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇതിനൊരു പരിഹാരമായി നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രോപ്പർട്ടി വിൽക്കുകയോ അതല്ലെങ്കിൽ സൗദിയിലുള്ള വിശ്വസ്തനായ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അംഗീകൃത പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനിക്കോ നിയമപരമായി പവർ ഓഫ് അറ്റോർണി നൽകുകയോ ചെയ്യാവുന്നതാണ്. ഇത്തരം കമ്പനികൾക്ക് ഉടമയ്ക്ക് വേണ്ടി നിയമപരമായി വാടക പിരിക്കാനും കെട്ടിടം പരിപാലിക്കാനും സാധിക്കും. സൗദിയിലെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിലൂടെ വിദേശികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് പ്രീമിയം റെസിഡൻസിക്ക് അർഹത നേടാം എന്നതാണ്. ബാങ്ക് വായ്പകളില്ലാതെ സ്വന്തം പണം ഉപയോഗിച്ച് 40 ലക്ഷം സൗദി റിയാലോ അതിനു മുകളിലോ മൂല്യമുള്ള വികസിപ്പിച്ച റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ സ്വന്തമാക്കുന്നവർക്ക് സ്പോൺസർ ഇല്ലാതെ രാജ്യത്ത് ജീവിക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് ഓണർ പ്രീമിയം റെസിഡൻസി വിസ ലഭിക്കും. ഈ വിസയുള്ളവർക്ക് തങ്ങളുടെ കുടുംബത്തെ മുഴുവൻ സ്പോൺസർ ചെയ്യാനും പ്രവാസി ലെവികളിൽ നിന്ന് ഇളവ് നേടാനും വിസയില്ലാതെ യാത്ര ചെയ്യാനും സാധിക്കും. അതോടൊപ്പം ഫൈനൽ എക്സിറ്റ് പോലെയുള്ള പ്രതിസന്ധികളില്ലാതെ സൗദിയിൽ സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകൾ നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ സ്വത്തുക്കൾ എളുപ്പത്തിൽ നിയന്ത്രിക്കാനും ഈ സുവർണാവസരം വഴിയൊരുക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഈ പുതിയ മാറ്റങ്ങൾ സൗദിയെ പ്രവാസികൾക്ക് കേവലം ഒരു തൊഴിലിടം എന്നതിനപ്പുറം സ്വന്തം വീടെന്ന സുരക്ഷിത ബോധം നൽകുന്ന ഇടമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കും കൗമാരക്കാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒന്നാണ് വിരലുകൾക്കിടയിലിട്ട് അമർത്താനും വലിച്ചു നീട്ടാനും സാധിക്കുന്ന പശിമയുള്ള സ്ലൈം എന്ന വിനോദ വസ്തു. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പടർന്നു പിടിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. പഴയതോ കട്ടിയുള്ളതോ ആയ സ്ലൈം കൂടുതൽ മൃദുവാക്കാനും അതിന്റെ വഴക്കം കൂട്ടാനുമായി മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കുന്നതാണ് ഈ പുതിയ വീഡിയോ ചലഞ്ച്. ഈ വിനാശകരമായ സോഷ്യൽ മീഡിയ ട്രെൻഡിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദുബായ് പോലീസ്. കാഴ്ചയിൽ ലളിതമെന്ന് തോന്നുമെങ്കിലും കനത്ത ശാരീരിക അപകടങ്ങൾക്കും പൊള്ളലുകൾക്കും ഇത് കാരണമാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വിവിധതരം കെമിക്കലുകളും പോളിമറുകളും ചേർത്താണ് സ്ലൈം നിർമ്മിക്കുന്നത്. ഇത്തരം പശ പോലെയുള്ള രാസവസ്തുക്കൾ ഉയർന്ന താപനിലയിലുള്ള മൈക്രോവേവ് ഓവനിൽ വെക്കുമ്പോൾ ഗുരുതരമായ രാസപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ചൂടാകുന്നതിലൂടെ സ്ലൈം അതിവേഗം വീർക്കുകയും അതിനുള്ളിൽ ഉയർന്ന താപനിലയിലുള്ള നീരാവിയും വായു കുമിളകളും രൂപപ്പെടുകയും ചെയ്യും. ഇത് മൈക്രോവേവിൽ നിന്ന് പുറത്തെടുക്കുന്ന നിമിഷത്തിലോ അല്ലെങ്കിൽ ഓവനിൽ ഉള്ളിൽ വെച്ച് തന്നെയോ വലിയ ശക്തിയോടെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയേറെയാണ്. ഇങ്ങനെ തെറിക്കുന്ന തിളച്ചുമറിഞ്ഞ രാസവസ്തുക്കളും ചൂടുള്ള നീരാവിയും കുട്ടികളുടെ മുഖത്തും കൈകളിലും ശരീരത്തും ഗുരുതരമായ പൊള്ളലുകൾ ഏൽപ്പിക്കും. ഇതിനു പുറമെ കളിപ്പാട്ടത്തിലെ പ്ലാസ്റ്റിക് അംശങ്ങൾ ഉരുകി മൈക്രോവേവ് ഓവനുകൾ നശിക്കാനും അടുക്കളയിൽ ചെറിയ രീതിയിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകാനും ഇത് കാരണമാകുന്നുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. വേനൽക്കാല അവധിക്കാലം ആഘോഷിക്കുന്ന ഈ സമയത്ത് കുട്ടികൾ ഫോണുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ട്. വീഡിയോകളിൽ കാണുന്ന കാര്യങ്ങൾ അവയുടെ ആഴവും അപകടവും മനസ്സിലാക്കാതെ അന്ധമായി അനുകരിക്കാൻ കുട്ടികൾ മുതിരുന്നത് സ്വാഭാവികമാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പല ചലഞ്ചുകളും ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്നവയാണെന്ന യാഥാർത്ഥ്യം കുട്ടികൾ തിരിച്ചറിയാറില്ല. ഇവിടെയാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നത്. തങ്ങളുടെ മക്കൾ ഇന്റർനെറ്റിൽ എന്തൊക്കെയാണ് കാണുന്നതെന്നും ഏതൊക്കെ തരത്തിലുള്ള വീഡിയോകളാണ് അവരെ സ്വാധീനിക്കുന്നതെന്നും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. സുരക്ഷിതമല്ലാത്ത ഉള്ളടക്കങ്ങളിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്താൻ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. മുതിർന്നവരുടെ നേരിട്ടുള്ള മേൽനോട്ടമില്ലാതെ മൈക്രോവേവ് ഓവനുകളോ മറ്റ് വൈദ്യുത ഉപകരണങ്ങളോ കൈകാര്യം ചെയ്യാൻ കുട്ടികളെ ഒരു കാരണവശാലും അനുവദിക്കരുത്. ഇത്തരം അപകടകരമായ ഓൺലൈൻ കെണികളെക്കുറിച്ച് കുട്ടികളോട് സൗഹാർദ്ദപരമായി സംസാരിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു ചെറിയ വിനോദം വലിയൊരു ദുരന്തമായി മാറാതിരിക്കാൻ മാതാപിതാക്കളുടെ ഒരു കണ്ണ് എപ്പോഴും കുട്ടികളുടെ ഡിജിറ്റൽ ജീവിതത്തിലും നിത്യജീവിതത്തിലും ഉണ്ടാകണം. വിവേകത്തോടെയുള്ള ഇടപെടലുകളിലൂടെ മാത്രമേ പുതിയ കാലത്തെ ഇത്തരം ഓൺലൈൻ വിപത്തുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ഗൾഫ് മേഖലയിലെ പ്രവാസി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വിസ നിയമങ്ങളിലെ ഓരോ ചെറിയ മാറ്റവും അവരുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്ന വലിയ ഘടകങ്ങളാണ്. സ്വന്തം കഴിവുകൾക്കും താല്പര്യങ്ങൾക്കും ഇണങ്ങുന്ന ഒരു തൊഴിലിലേക്ക് മാറാൻ സാധിക്കുക എന്നത് പലപ്പോഴും കടുത്ത നിയന്ത്രണങ്ങൾ കാരണം പ്രവാസികൾക്ക് അസാധ്യമായി മാറാറുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് കുവൈറ്റ് ഭരണകൂടം പ്രവാസി തൊഴിലാളികൾക്കായി വലിയൊരു ആശ്വാസ നടപടി പ്രഖ്യാപിച്ചത്.
കടുത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്ന വിവിധ തൊഴിൽ മേഖലകളിൽ വിസ മാറ്റുന്നതിനായി അനുവദിച്ച ഗ്രേസ് പീരീഡ് വിജയകരമായി അവസാനിക്കുമ്പോൾ 20,000-ലധികം വരുന്ന പ്രവാസികൾക്കാണ് ഇതിന്റെ നേരിട്ടുള്ള പ്രയോജനം ലഭിച്ചിരിക്കുന്നത്. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കൃത്യമായി പറഞ്ഞാൽ 27,141 തൊഴിലാളികളാണ് ഈ സുവർണ അവസരം വിനിയോഗിച്ച് തങ്ങളുടെ തൊഴിൽ മേഖല മാറ്റി സുരക്ഷിതമാക്കിയത്. ഈ വിസ ട്രാൻസ്ഫർ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയോജനപ്പെടുത്തിയത് ചെറുകിട ഇടത്തരം സംരംഭക മേഖലകളാണ്. പുതിയ ബിസിനസ് ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളിലും പ്രാദേശിക വിപണിയിലെ ചെറുകിട കടകളിലും ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ഈ ഇളവ് വലിയൊരു അനുഗ്രഹമായി മാറി. മൊത്തം അപേക്ഷകരിൽ 16,000-ലധികം പേർ, അതായത് കൃത്യമായി പറഞ്ഞാൽ 16,048 തൊഴിലാളികളാണ് ഈ മേഖലയിൽ നിന്ന് തങ്ങളുടെ വിസ മാറ്റാൻ അപേക്ഷ നൽകി പുതിയ തൊഴിലിടങ്ങളിലേക്ക് മാറിയത്. ശമ്പള കുടിശ്ശികയോ തൊഴിലുടമയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ കാരണം പ്രതിസന്ധിയിലായിരുന്ന പല പ്രവാസികൾക്കും നിയമപരമായ വഴികളിലൂടെ മറ്റൊരു മികച്ച തൊഴിലുടമയുടെ കീഴിലേക്ക് മാറാൻ ഇതുവഴി സാധിച്ചു. ഇത് രാജ്യത്തെ ബിസിനസ് മേഖലയ്ക്ക് പുതിയൊരു ഉണർവ് നൽകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, കുവൈറ്റിന്റെ ഉൾനാടൻ മേഖലകളിലും മരുഭൂമികളിലും സജീവമായ ആടുകളെ മേയ്ക്കുന്ന മേഖലയിൽ നിന്നും കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുമായ മേഖലകളിൽ നിന്നും 3,333 തൊഴിലാളികൾ ഈ മാറ്റത്തിന്റെ ഭാഗമായി എന്നതാണ്. പരമ്പരാഗതവും കഠിനവുമായ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കാൻ ഈ വിസ മാറ്റം ഏറെ സഹായിച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ജോലി മാറാനുള്ള ഒരവസരം എന്നതിനപ്പുറം കുവൈറ്റിലെ ആഭ്യന്തര തൊഴിൽ വിപണിയെ പുനഃക്രമീകരിക്കുക എന്ന വലിയൊരു ലക്ഷ്യം കൂടി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ഓരോ മേഖലയിലും ആവശ്യത്തിന് തൊഴിലാളികളുണ്ടെന്ന് ഉറപ്പുവരുത്താനും ചില മേഖലകളിൽ അനുഭവപ്പെടുന്ന അമിതമായ തൊഴിലാളി കേന്ദ്രീകരണം കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും. വിപണിയിലെ ആവശ്യകതകളും വിതരണവും തമ്മിലുള്ള ബാലൻസിംഗ് പുനഃസ്ഥാപിക്കുന്നതിലൂടെ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനപരമായ സ്ഥിരതയും വിപണിക്ക് മൊത്തത്തിൽ കാര്യക്ഷമതയും കൈവരിക്കാനാകും. സ്പോൺസർഷിപ്പ് നിയമങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനും പ്രവാസികളുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇത്തരം പരിഷ്കാരങ്ങൾ അത്യാവശ്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് സാധ്യത. അതിനാൽ ലഭ്യമായ അവസരങ്ങൾ കൃത്യസമയത്ത് വിനിയോഗിക്കുക എന്നതും പ്രാദേശിക നിയമങ്ങളെ പൂർണ്ണമായും ബഹുമാനിക്കുക എന്നതും പ്രവാസി സമൂഹത്തിന്റെ സുരക്ഷിതമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത്യന്താപേക്ഷിതമാണ്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.